നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി അവരുടെ ദേശീയ ടീമിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ അത് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, 2018 വേൾഡ് കപ്പിന് ശേഷമായിരുന്നു അർജന്റീനയുടെ പരിശീലക സ്ഥാനത്തേക്ക് സ്കലോണി എത്തിയത്. അതിനുശേഷം അവരുടെ അർജന്റീന ദേശീയ ടീമിന് ഉണ്ടായ വളർച്ച ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ഇന്ന് ഇന്റർനാഷണൽ ഫുട്ബോളിലെ സകല നേട്ടങ്ങളും സ്വന്തമാക്കാൻ ലയണൽ സ്കലോണിയുടെ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെ വളരെ പ്രായോഗിക തലത്തിൽ സമീപിക്കുന്ന ഒരു പരിശീലകനാണ് സ്കലോണി. അർജന്റീനയുടെ ഫുട്ബോൾ സംസ്കാരത്തെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുട്ബോൾ സംസ്കാരം സ്ഫോടനാത്മകമാണെന്നും റോബോട്ടുകളെ പോലെ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് താരങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്നുമാണ് അർജന്റീനയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ ഫുട്ബോൾ കൾച്ചർ സ്ഫോടനാത്മകമാണ്. ഡിഫൻഡർമാരെ ഏറ്റെടുക്കുന്നു, നട്ട്മഗുകൾ ത്രോ ചെയ്യുന്നു, ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ ഒരു പ്രതിരോധ മതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഒരു കൾച്ചറായിട്ട് വരുന്നത്. നമുക്കൊരിക്കലും താരങ്ങളെ റോബോട്ടുകളെ പോലെ ഉപയോഗിച്ച് ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു കൾച്ചർ മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അർജന്റീനയുടെ പരിശീലക സ്ഥാനത്ത് നിന്നും താൻ ഒഴിയും എന്നുള്ള ഒരു സൂചന നേരത്തെ ഈ പരിശീലകൻ നൽകിയിരുന്നു. പക്ഷേ ഉടനെ അദ്ദേഹം രാജിവെക്കാൻ സാധ്യതകൾ ഒന്നുമില്ല. തൻ്റെ തീരുമാനത്തെക്കുറിച്ച് താൻ ശാന്തനായിക്കൊണ്ട് ആലോചിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതുതായിക്കൊണ്ട് സ്കലോണി ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. അടുത്ത കോപ്പ അമേരിക്കയിൽ അദ്ദേഹം അർജന്റീനയെ പരിശീലിപ്പിക്കാൻ ഉണ്ടാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് അർജന്റീന ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.